സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ എന്നാൽ നമുക്കൊന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ 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 കർത്താവിന് നന്ദി പറയും. അവിടെ നല്ലവനാണെന്ന് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങനെ ചെയ്യണം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. ദേവന്മാരുടെ ദേവന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുന്ന് സമുദ്രത്തിന്മേൽ ഭൂമിയെ വിരിച്ചു, അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു, പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. കരുത്തറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. ഫറവോയെ അവന്റെ സൈന്യത്തെ അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു, രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അമോരിയ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. നമ്മുടെ ദുസ്ഥിതി അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മ മാതാവേ, സകല വിശുദ്ധരെ, സകല രക്തസാക്ഷികളെ അമ്മയുടെ സ്വർഗീയ ഗണങ്ങളോട് കൂടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസംബർ 8 മുതൽ കരുണയുടെ വിശുദ്ധ വർഷമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുന്നത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ കരുണ ലോകസ്ഥാപനം മുതൽ ഉണ്ടായിരുന്ന ഒരു കരുണയാണ് ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. എന്താണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ? അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് പറയുന്നത് തന്നെയാണ്. ഇനി ഇതിൽ കൂടുതലൊരു കാരുണ്യമില്ല, പരമകാരുണ്യം, പരിശുദ്ധ പരമകാരുണ്യം, ഏറ്റവും കാരുണ്യത്തിന്റെ ഉച്ചകോടി. ഇതിൽ വലിയൊരു കാരുണ്യം ഇനിയില്ല. പരിശുദ്ധ കുർബാന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാണ്.
ദൈവത്തിന്റെ കരുണ ലോക സൃഷ്ടി മുതൽ ദൈവം തന്റെ മക്കളോട് കാണിക്കുന്നു. പഴയ നിയമ ജനത ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനം, അവരെ ഫറവോ വളരെയധികം കഷ്ടപ്പെടുത്തി, അവരുടെ ജീവിതം ദുരിതത്തിലാക്കി. അവർ നന്നായി ജോലി ചെയ്യുന്നവരായിരുന്നു. അവരെ കഠിനാധ്വാനം ചെയ്യിച്ചു, വിശ്രമമില്ലാതെ അവരെ കൊണ്ട് പണിയിച്ചു. അവർ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമായിരുന്നു. അതിനവർക്ക് സമയം കിട്ടിയില്ല. അവരുടെ വേദന ദൈവസന്നിധിയിൽ ചെന്നു. അവരുടെ പ്രധാന ഒരു ജോലി ഇഷ്ടിക ഉണ്ടാക്കലായിരുന്നു. അവർ അവർക്ക് ഇഷ്ടിക നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത സാധനങ്ങളൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു. വൈക്കോൽ അതൊക്കെ ഉപയോഗിച്ച ഇഷ്ടിക നിർമ്മാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ആദ്യം നൽകുമായിരുന്നു. പിന്നീട് ഫറവോ കൂടുതൽ കഠിനചിത്തനായപ്പോഴേ ഈ അസംസ്കൃത വസ്തുക്കളൊന്നും നൽകാതെയായി. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടിക ആ എണ്ണത്തിലൊട്ടും കുറവ് വരരുത്, എന്നാൽ ഇഷ്ടികയുടെ കൃത്യ എണ്ണ ഉണ്ടാക്കുകയും വേണം. വൈക്കോലോ അസംസ്കൃത വസ്തുക്കളോ എവിടെയെങ്കിലും ചെന്ന് ശേഖരിച്ചുകൊണ്ട് വരികയും എന്നിട്ട് വേണ്ടത്ര ഒരു ദിവസം നിർമ്മാണം പൂർത്തിയാക്കുകയും വേണം. ഇതൊന്നുകൂടി ആ ജനതകളെ വിഷമത്തിലാക്കി. അവർ കരഞ്ഞ് ദൈവസന്നിധിയിലും നിലവിളിച്ച് അപേക്ഷിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്നോ മോശയുടെ മുൾപ്പടർപ്പിൽ വെച്ച് സംസാരിക്കുന്നു. അവരുടെ വേദന ഞാൻ കണ്ടിരിക്കുന്നു. ആ ജനത്തെ ഞാൻ മോചിപ്പിക്കും. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ആ ജനത്തെ ഞാൻ മോചിപ്പിക്കും. അവരെ ദ്രോഹിച്ചവരെ ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്തു. നമുക്കറിയാം എങ്ങനെയാണ് ദൈവം മോചിപ്പിച്ചതെന്ന്. ഇപ്പോൾ നമ്മൾ അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് പറഞ്ഞ് സങ്കീർത്തനം 136 പ്രാർത്ഥിച്ചത്. ദൈവത്തിന് നന്ദി പറയുക. പഴയ നിയമ ജനത തങ്ങൾക്ക് ലഭിച്ച അനന്ത കാരുണ്യത്തിന് തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെട്ട് അവിടെ മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ ദൈവത്തിന്റെ അനന്തമായ പരിപാലനയും കരുണയും അവർ അനുഭവിച്ചറിഞ്ഞു. മേഘസ്തംഭത്തിലൂടെ അവരെ തണുപ്പിലൂടെ അവരെ മരുഭൂമിയിലൂടെ മുന്നോട്ട് നയിച്ചു. അഗ്നിസ്തംഭത്തിലൂടെ പ്രകാശം നൽകി അവരെ മുന്നോട്ട് നയിച്ചു. അവർക്ക് വിശന്നപ്പോൾ ഭക്ഷിക്കാൻ മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. അവർക്ക് ദാഹിച്ചപ്പോൾ മരുഭൂമിയിൽ ജലം പാറയിൽ നിന്നൊരുക്കി. ഇതെല്ലാം നൽകി അവരെ പരിപാലിച്ച് അവർ എത്ര മറുതലിച്ചപ്പോഴും ചെറിയ ചെറിയ ശിക്ഷണം നൽകിയപ്പോഴും തന്റെ അനന്തമായ സ്നേഹവും കരുണയും അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിച്ചു. അവർക്ക് ആ ഓർമ്മയുണ്ട്. അതിന് ദൈവത്തിന് അവർ നന്ദി പറയുകയാണ്. ഈ നന്ദി പറയുന്ന ഈ ജനം അവർക്ക് ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടു ഈജിപ്തിൽ അടിമത്തത്തിൽ. അപ്പോൾ ദൈവം അത് കണ്ടു. ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ഫറവോയോട് പറയുക, ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്റെ ആദ്യജാതനെ എന്നെ ആരാധിക്കാനായി വിട്ടുതരിക. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ 23-ാം തിരുവചനത്തിൽ കർത്താവ് മോശയോട് പറയുകയാണ്, നീ പോയി ഫറവോയോട് പറയുക, ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്നെ ആരാധിക്കാനായി എന്റെ ആദ്യജാതനെ വിട്ടുതരിക. ആദ്യജാതൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു കുറേയേറെ മനുഷ്യര് 6.5 ലക്ഷത്തോളം ആൾക്കാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അത്രയും പേര് എന്റെ ജാതൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളാരെയാ ഏകജാതൻ എന്ന് വിളിക്കുന്ന ആരെയാ? ഒരു മകന് അല്ലെ, ഏകജാതൻ. ഇസ്രായേലിന്റെ ആദ്യജാതൻ, ആദ്യം ഉണ്ടായ ഒരു ഏക മകനാണ്. എന്നെ ആരാധിക്കാനായി എന്റെ ആദ്യജാതനെ വിട്ടുതരാൻ ഫറവോയോട് ചെന്ന് മോശ പറയണം. കർത്താവ് അരുളി ചെയ്തു. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പുറപ്പാട് 8:1, പുറപ്പാട് 9:13 ഇതെല്ലാം ആവർത്തിക്കുകയാണ്. എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടുതരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഹല്ലേലൂയ. ഈഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിനൊക്കെ
ക്ഷീണം ഉണ്ടാവും, എന്നാലും ഒന്ന് പിടിച്ചൊക്കെ ഇരിക്കുക, നേരെ ഇരിക്കുക. കാരണം ദൈവവചനമാണ്. നമ്മുടെ പല ബന്ധനങ്ങൾ വഴിയും ദൈവവചനം ഇവിടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എത്രയേറെ കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ വന്നത്. കർത്താവിന്റെ മുമ്പിൽ പരിശുദ്ധ പരമ ദൈവികമാണ്. ഇനി ഇതിൽ വലിയൊരു കാരുണ്യമില്ല, ഇതിൽ വലിയൊരു കരുണ ഇനി ഒരിടത്ത് കാണാനില്ല. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ഉറക്കം ക്ഷീണമൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. അപ്പം എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടുതരിക എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന് എപ്പോഴും കർത്താവ് പറയുന്നുണ്ട്. പഴയ നിയമത്തിലുടനീളം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന്. ഈ ആരാധിക്കുന്ന ജനം, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. പത്രോസിലെ എഴുതിയ ലേഖനത്തില് 1-ാം ലേഖനത്തില് 2-ാം അധ്യായത്തില് 9-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന പഴയ നിയമത്തിൽ ഉടനീളം കർത്താവ് പറയുന്നുണ്ട്. പുതിയ നിയമം ആയപ്പോഴത്തേക്കും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ആരാണ് നമ്മൾ? തിരഞ്ഞെടുക്കപ്പെട്ട വംശം. ചെറിയ അധികടമയെ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ എന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനം. ആകയാൽ അന്ധകാരത്തിൽ നിങ്ങളെ പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ട് നന്മകൾ പ്രകീർത്തിക്കും. അടുത്ത വചനം 1 പത്രോസ് 2:10. അടുത്ത വചനം ഇങ്ങനെ പറയുന്നത്, ആകയാൽ അന്ധകാരത്തിൽ നിങ്ങളെ പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ട് നന്മകൾ പ്രകീർത്തിക്കുകയും. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വരാൻ, ദൈവത്തെ ആരാധിക്കാനാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങളെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗണമായിട്ട്, ഒരു ചെറിയ അധികടമായിട്ട് ഞാൻ ദൈവം വിളിച്ചെങ്കില് അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ പഴയ നിയമത്തിൽ ദൈവം എന്റെ ജനം എന്ന് വിളിച്ച്, എന്റെ ജനം ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞ അതേ ദൈവം ഇവിടെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമെന്നും രാജകീയ പുരോഹിത ഗണമെന്നും വിളിച്ചെങ്കിൽ, തന്റെ ഏകജാതനോട് പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ച് ഒരു വീണ്ടെടുപ്പ് നടത്തി നഷ്ടപ്പെട്ട ദൈവിക ജീവൻ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഒരു രക്ഷയുടെ വീണ്ടെടുപ്പ് നമുക്ക് നടത്തി. ആ വീണ്ടെടുപ്പിലൂടെ നമ്മുടെ സ്ഥാനം രാജകീയ പുരോഹിതഗണം. മാമോദീസായിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, സ്വന്തം ജനം, രാജകീയ പുരോഹിതഗണം, പിന്നുണ്ട് പ്രവാചകത്വം. നമുക്ക് ഈശോയുടെ ത്രിവിധ ദൗത്യങ്ങളിൽ മാമോദീസ പങ്കാളികളാകുക. അതേസമയം മാമോദീസയിൽ നമ്മൾ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളാകുകയാണ്. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ദൈവപുത്ര ലബ്ധി മാമോദീസായിലൂടെ. അങ്ങനെ ദൈവമക്കളാക്കപ്പെട്ട ഒരു ജനം, സ്വന്തം ജനം. ഇന്ന് നമ്മൾ പറയുന്ന പേരെന്നാണ്? പഴയ നിയമ ഇസ്രായേൽ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളെ പുതിയ ഇസ്രായേൽ. പുതിയ ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സഭ. ചർച്ച്, സഭ. ദൈവജനം എന്നാണ് സഭയ്ക്ക് മറ്റൊരു പേര്. വത്തിക്കാൻ കൗൺസിൽ വന്നതിനോട് വിളിക്കുന്ന ദൈവജനം, ദൈവത്തിന്റെ ജനം. നമ്മൾ സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കരുതുന്ന എന്താണ്? മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്, സമർപ്പിതരായ കന്യാശ്രീയമ്മമാര്, പിന്നെ നമ്മൾ. അല്ല, ദൈവത്തിന്റെ സ്വന്തം ജനം. എല്ലാവരും ഒരുപോലെ, എല്ലാവരും. ഇവിടെ മാർപ്പാപ്പായ്ക്ക് ദൈവം പ്രത്യേകമായിട്ടുള്ള അഭിഷേകം കൊടുത്തിട്ടുണ്ട്. മെത്രാൻ പദവി കൊടുത്തിട്ടുണ്ട്, മെത്രാൻ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. ആ അഭിഷേകമാണ് മാർപ്പാപ്പായ്ക്ക്. മാർപ്പാപ്പയുടെ തലവനാണ് മെത്രാന്മാരുടെ. വൈദികർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. തിരുപ്പട്ടം കൂതാശ വൈദികർക്ക് മെത്രാനും, പിന്നെ മെത്രാന്റെ പട്ടം മെത്രാനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ശുശ്രൂഷ പൗരോഹിത്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ പ്രത്യേകമായൊരു വിളി. പക്ഷെ എല്ലാവരും കൂടെ കൂടുന്ന ദൈവജനം, ഒരുപോലെ സ്വർഗരാജ്യത്തിന് അവകാശികൾ. അപ്പൊ നമ്മളെല്ലാവരും കൂടുന്ന ആ സഭ. ഈ സഭയുടെ ഉദ്ദേശം എന്താണ്? ഒരു ഉദ്ദേശമേ ഉള്ളൂ, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവരെ നന്മകൾ പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കണം. നമ്മളെല്ലാവരും ഇവിടെ ആരാധിക്കുക ദൈവത്തെ. ബലിയർപ്പണമാണ് ആരാധന. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ ബലിയർപ്പണമാണ്. യഥാർത്ഥ ആരാധന ഈശോയുടെ ബലിയർപ്പണമാണ്. കാൽവലിയിലെ അല്ലെങ്കിൽ ഗാവത്താലിയ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതിലൂടെയാണ് നമ്മളെ വീണ്ടെടുത്തത്. ഈശോ എന്തിനാണ് ഈ ചാട്ടവാറടി കൊണ്ട്, ഈശോ എന്തിനാണ് ഈ പീഡകളെല്ലാം സഹിച്ചത്?
ഈ നമ്മൾ ചെയ്ത വളരെയധികം പാപങ്ങൾ, ആ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ സഹിച്ചത് നമുക്കറിയാം. നമ്മൾ കൊള്ളേണ്ട ചാട്ടവാറടി, നമ്മൾക്ക് ലഭിക്കേണ്ട മുൾക്കിരീടം, നമ്മൾക്ക് ലഭിക്കേണ്ട എല്ലാ നിന്ദനങ്ങളും ഈശോ സഹിച്ചു. അതാണ് ബലിയർപ്പണം, ഈശോയുടെ ബലിയർപ്പണം. പിതാവിന് സ്വമനസ സമർപ്പിച്ചു, പുത്രന്റെ അനുസരണം പിതാവിന് സ്വമനസ സമർപ്പിച്ചു. അതിലൂടെ സഭ രൂപപ്പെട്ടു. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാ ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം. നമ്മൾക്ക് രാജകീയ പൗരോഹിത്യം ഉള്ളതുകൊണ്ട് വൈദികർക്ക് ശുശ്രൂഷ പൗരോഹിത്യം, നമുക്ക് അവരോട് ഈശോ മിശിഹായോടുകൂടി പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ കൂടെ ബലിയർപ്പിക്കാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ആ ബലിയർപ്പണത്തിലൂടെ നമ്മുടെ പാപങ്ങളും കടങ്ങളും എല്ലാം മോചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ഇത്രയേറെ കരുണ കർത്താവ് കാട്ടിയെങ്കിൽ ആ കർത്താവിനോട് കരുണ കാട്ടാൻ, ആ കർത്താവ് നമുക്ക് തന്ന കാരുണ്യത്തിൽ പങ്കുചേരുന്ന നമ്മൾ ആ കർത്താവിനോടും സഹജീവികളോടും എത്രയേറെ കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇത് അടുത്ത ഡിസംബർ 8 മുതൽ ഒരു വർഷത്തേക്ക് കരുണയുടെ വർഷം പ്രഖ്യാപിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണയുടെ പ്രകടനമാണ്, കരുണയുടെ ഉച്ചകോടിയാണ്. പഴയ നിയമത്തിലെ പിതാവായ ദൈവം കരുണ കാണിച്ചത് വളരെയേറെ സംഭവങ്ങളുണ്ട്. ദൈവജനത്തിന് അനുഭവവേദ്യമായ വിധത്തിൽ പല സംഭവങ്ങളിലൂടെയുണ്ട്. യോനാ പ്രവാചകൻ നമുക്കറിയാം, നിനവയുടെ നാശത്തെക്കുറിച്ച് അവിടെ വിളംബരം നടത്തി. എന്ത് സംഭവിച്ചു? അവിടുത്തെ നിനവയിലെ ജനങ്ങളെ ചാക്കൊടുത്ത് ചാരം പോയിച്ച് ഉപവസിച്ചു. ദൈവത്തിന് കരുണ തോന്നി ദൈവം ശിക്ഷ പിൻവലിച്ചു. യോനാ പ്രവാചകൻ കുപിതനായി. താനൊരു പ്രവചിച്ച് നടന്നില്ലെങ്കിൽ പ്രവാചകന് ക്ഷീണമാണ്. അതുകൊണ്ട് യോനാ പ്രവാചകൻ കുപിതനായി. എന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ, അല്ലെങ്കിൽ നീ കാരുണ്യവാനും നീ ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ഞാൻ പണ്ടേ അറിഞ്ഞിരുന്നു. അതാണ് ഇടയ്ക്ക് ഞാൻ കപ്പലെ കയറി രക്ഷപ്പെടാൻ നോക്കിയത്, ഈ പ്രവചനമൊന്നും നടത്താതെ. യോനാ പരിഭവിക്കും. നമുക്കറിയാം ദൈവത്തിന്റെ കാരുണ്യം. ഇന്ന് ദൈവം എന്താണെന്നും ദൈവത്തിന്റെ കരുണ എന്താണെന്നും അറിയണ ഈശോയുടെ മുഖത്തോട് നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് നമുക്ക് ഈശോയുടെ മുഖം കാണുന്നത് ഈ ദിവ്യകാരുണ്യത്തിലാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ അനന്ത കാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. എന്താണ് ഈശോയുടെ കരുണ എന്ന് മനസ്സിലാവും. ഈ കാരുണ്യം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈ കാരുണ്യം നമ്മളോട് പറയുന്നുണ്ട്. കാരുണ്യം മാത്രം, കരുണ മാത്രമായ ഒരു പിതാവിന്റെ ഒരു കഥ. ആ പുത്രനെല്ലാം നഷ്ടപ്പെടുത്തി, സർവ്വതും നഷ്ടപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം നോക്കി നിൽക്കുന്ന ഒരു പിതാവ്. ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ യേശു. ഈ കരുണ ഈശോ കാണിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ, ദൈവം നമ്മോട് പ്രകടിപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ. ധൂർത്തപുത്രൻ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് കയറി വന്നപ്പോൾ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം വിലയേറിയ വിശുദ്ധിയുടെ വെള്ള വസ്ത്രം ധൂർത്തപുത്രന് നൽകി. നമുക്ക് മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധിയുടെ വെള്ള വസ്ത്രം. നമുക്ക് നമ്മളെ ആരാണ് ഗോഡ് ഫാദർ ഗോഡ് മദർ ആയിരുന്നെങ്കിൽ വിശുദ്ധിയുടെ വെള്ള വസ്ത്രം നമുക്ക് വേണ്ടി അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ആ വെള്ള വസ്ത്രം നമുക്ക് ലഭിക്കുന്നു. അതേ വെള്ള വസ്ത്രം ധൂർത്തപുത്രൻ ലഭിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് നഷ്ടപ്പെട്ട ചെറിയ ചെറിയ പാപങ്ങളാൽ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വലിയ പാപങ്ങൾ ചെയ്ത് കുമ്പസാരത്തിന് ശേഷമുള്ള കടങ്ങളുടെ പ്രതി പരിശുദ്ധ കുർബാനയിൽ ലഭിക്കുമ്പോൾ ഈ വിശുദ്ധിയുടെ വെള്ള വസ്ത്രം നമുക്ക് തിരികെ ലഭിക്കുക. പരിശുദ്ധ കുർബാനയിൽ ധൂർത്തപുത്രൻ തന്റെ മകനോട് കാണിച്ച അതേ കാലിനെ പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളോട് കാണിക്കുകയാണ്. ബലിയർപ്പണത്തിൽ കൊഴുത്ത കാളക്കുട്ടിയാണ് മുറിച്ച് തയ്യാറാക്കി പുത്രന് വിരുന്നിന് കൊടുത്തത്. കൊഴുത്ത കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ അരൂപിയുടെ നിറവാണ്, അരൂപിയുടെ വരദാനങ്ങളാണ് കൊഴുത്ത കാളക്കുട്ടി. ഇതെല്ലാം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ ലഭിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ പുത്രൻ തമ്പുരാൻ സ്വമനസ പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ നാം പുത്രനോടുകൂടി പിതാവായ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമെങ്കിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നുണ്ട്. ഈ കുർബാനയെ നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ വേദനകൾ
അർപ്പിക്കുമെങ്കിൽ തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് കൊഴുത്ത കാളക്കുട്ടിയാണ്. കൊഴുത്ത കാളക്കുട്ടി എന്ന് പറഞ്ഞവിടെ അരുവിയുടെ വരദാനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ. ഈശോ പിതാവ് ഈശോയെ സ്വീകരിച്ചിട്ട് ഈശോയെ നമുക്ക് തിരികെ തരിക ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയിൽ. ഈശോയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുക ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ഈശോ പറയുന്നത് ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നു. ഈ ഈശോ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ സാധിക്കുകയില്ലെന്ന് തിരുവചനം പറയുന്നു. എങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെയാണ് പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ധൂർത്തപുത്രന്റെ പിതാവ് സ്വർണ്ണ മോതിരം അണിയിച്ചെങ്കിൽ നമുക്ക് അഭിഷേകം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഈ പരിശുദ്ധ കുർബാനയില്. പരിശുദ്ധ തൃത്വം നമ്മളിലേക്ക് കടന്നു വരിക, കൃപയുടെ നിറവ് നമുക്ക് കിട്ടുകയാണ്, ദൈവ സാന്നിധ്യം നമ്മളിൽ നിറയുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് ദൈവം സ്വീകരിച്ച അവസ്ഥയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ. ഇതൊക്കെ ഈ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നിഷ്ക്രിയരായി അനുഗുണ മനോഭാവത്തോടെ അല്ലാതെ എന്തോ അവിടെ സംഭവിക്കുന്നോർത്ത് കാഴ്ചക്കാരായി നിന്നാൽ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ യോഗ്യതയും അവിടുന്ന് ലഭിക്കുന്ന ആ കരുണയുടെ മഹാ അനുഭവവും നമുക്ക് ലഭിക്കുകയില്ല. ഒരിക്കൽ ആരോ പറഞ്ഞു കേട്ടു, പരിശുദ്ധ കുർബാന വന്നോണം, കണ്ടോണം, നിന്നോണം, തിന്നോണം, പൊക്കോണം, 5 ഓണമാണ്. ആ അനുഭവത്തിൽ പരിശുദ്ധ ബലി അർപ്പിച്ചാൽ വന്നു, ഞാനിവിടെ കാഴ്ച കാണാൻ കൈകെട്ടി നിന്നു, കണ്ടു, പിന്നെ കിട്ടിയത് തിന്നോ, പോയി. എങ്കിൽ അങ്ങനെ കണ്ടോണ്ട് പോകുന്നവരൊന്നും കൊണ്ടുപോവുകയില്ല. ഈശോ മിശിഹായെ കൊണ്ടുപോവുകയില്ല, പരിശുദ്ധ തൃത്വത്തെ കൊണ്ടുപോവുകയില്ല. ഇവർ കണ്ടോണ്ട് പോകുന്നത്. കാഴ്ചക്കാരായിട്ടിരിക്കാനല്ല പരിശുദ്ധ ബലിയർപ്പണം. ഇത്ര കരുണ ഈ ബലിയർപ്പണത്തിൽ കാണിക്കുന്ന ഒരു ദൈവത്തോടെ നമുക്ക് എത്രയേറെ തിരിച്ചു പ്രതിസ്നേഹം. ആ കരുണ ലഭിക്കുന്ന നമ്മൾക്ക് അത് പങ്കുവയ്ക്കാനുള്ള എത്രയേറെ സൗമനസ്യം, ദയ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കൈ ഉയർത്തി ഹല്ലേലൂയ, കൈകൾ ഉയർത്തുക, ഹല്ലേലൂയ. കൈകൾ ഉയർത്തുന്ന സായാഹ്ന ബലിയായി സ്വീകരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ കൈകൾ ഉയർത്തുക, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലകളകത്ത് പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാകുകയില്ല. മലകളകത്ത് പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാകുകയില്ല. എത്ര ക്ഷീണിച്ചിരിക്കുന്ന എന്റെ മക്കൾ എത്ര ക്ഷീണിച്ചിരുന്നാലും, എത്രയേറെ നിസ്സംഗ മനോഭാവത്തോടെ ഇരുന്നാൽ പോലും സ്നേഹം ചൊരിയുന്ന, കരുണ ചൊരിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്കിലും നമുക്കൊരു പ്രതിസ്നേഹം വേണമല്ലോ. ആ പ്രതിസ്നേഹത്തെ പ്രതി നമുക്കൊന്ന് കൂടുതൽ ഉത്സാഹത്തോടെ, വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി നമുക്ക് തിരുവചനം ധ്യാനിക്കാം.